നമ്മൾ ഓടിക്കുന്ന വാഹനത്തിൽ KSRTC ബസ് തട്ടി സൈഡ് ഗ്ലാസ് പൊട്ടിയാൽ ആ ബസ് തടഞ്ഞിട്ട് അതിലെ സൈഡ് ഗ്ലാസ് അഴിച്ചെടുത്ത് നമ്മുടെ വാഹനത്തിൽ ഫിറ്റ് ചെയ്യുമോ? അങ്ങനെ ചെയ്തു. വിശ്വാസം വരുന്നില്ലേ? വിശ്വസിക്കണം. ലോറിയിൽ തട്ടിയ KSRTC സ്വിഫ്റ്റ് ബസ്സിൻ്റെ കണ്ണാടി അഴിച്ചെടുത്ത് ലോറി ജീവനക്കാർ ലോറിയിൽ ഫിറ്റ് ചെയ്തു. സ്വിഫ്റ്റ് ജീവനക്കാർ നോക്കി നിൽക്കുകയാണ് ബസ്സിൻ്റെ സൈഡ് മിറർ അഴിച്ചെടുത്ത് ലോറിയിൽ ഘടിപ്പിച്ചത്. മൂകാംബികയിലാണ് സംഭവം. അതുമാത്രമോ, ലോറി ജീവനക്കാർ അതിൻ്റെ വീഡിയോ എടുത്ത് ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവയ്ക്കുകയും ചെയ്തു. ഇതോടെ വിഷയം വലിയ ചർച്ചയായി. വിഷയം ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാറിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. പക്ഷേ എന്താ ഫലം? പുള്ളി മൈൻഡ് ചെയ്യുന്നില്ല. ഇലക്ട്രിക് ബസ് വിവാദത്തെ തുടർന്ന് KSRTCയുടെ ഒരു വിഷയത്തിലും തൽക്കാലം മന്ത്രി ഇടപെടുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ നിർദ്ദേശമൊന്നും മന്ത്രിയുടെ ഓഫീസ് നൽകിയതുമില്ല. വിഷയത്തിൽ വിശദ അന്വേഷണം നടന്നേക്കുമെന്നാണ് KSRTCയിലെ ചീഫ് ഓഫീസിൽ നിന്നും അറിയുന്നത്. കഴിഞ്ഞ ദിവസമാണ് സംഭവവുമായി ബന്ധപ്പെട്ട വീഡിയോ മല്ലു ട്രക്ക് ലൈഫ് എന്ന ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലിലൂടെ പുറത്തു വന്നത്. കോട്ടയം മൂകാംബിക റൂട്ടിൽ ഓടുന്ന സ്വിഫ്റ്റ് ബസ് ഉടുപ്പിയിൽ വെച്ച് ലോറിയുടെ സൈഡ് മിററിൽ തട്ടിയെന്നാണ് വീഡിയോയിൽ പറയുന്നത്. പൊട്ടിയ കണ്ണാടിക്ക് പകരമായി സ്വിഫ്റ്റിൻ്റെ ഇടതുവശത്തെ കണ്ണാടി അഴിച്ചെടുത്തു. ലോറി ജീവനക്കാർ കണ്ണാടി അഴിച്ചെടുക്കുന്നതും സ്വിഫ്റ്റ് ജീവനക്കാർ ഇത് നോക്കി കയ്യും കെട്ടി നിൽക്കുന്നതും വീഡിയോയിൽ വ്യക്തമാണ്. 2 ലക്ഷത്തിലധികം ആളുകളാണ് ഇതിനോടകം വീഡിയോ കണ്ടത്. ഡിപ്പോയിൽ വിളിച്ചപ്പോൾ ഗ്ലാസ് അഴിച്ചെടുക്കാൻ അനുവാദം ലഭിച്ചുവെന്നാണ് കമൻറ്റ് ബോക്സിൽ വീഡിയോ പ്രചരിപ്പിച്ചയാൾ പറയുന്നത്. എന്നാൽ സംഭവം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും ഇങ്ങനെ ഒരു നടപടിക്രമം ഇല്ലെന്നും KSRTC സ്വിഫ്റ്റ് അധികൃതർ വ്യക്തമാക്കി. ബസ്സിലെ ജീവനക്കാരെ വിളിച്ചു വരുത്തിയിട്ടുണ്ട്. ഇവരിൽ നിന്ന് വിശദീകരണം തേടിയ ശേഷം തുടർ നടപടികളിലേക്ക് കടക്കുമെന്നും സ്വിഫ്റ്റ് മാനേജ്മെൻറ്റ് പറഞ്ഞു. എന്നിട്ട് മന്ത്രിക്ക് ഒരു കുലുക്കവുമില്ല. ഇങ്ങനെയുമുണ്ടോ ഒരു മന്ത്രി? എന്തൊക്കെയായിരുന്നു? ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വന്നപ്പോൾ അതിൻ്റെ കമൻറ്റ് ബോക്സിൽ ഒരുപാട് പേർ പ്രതികരിച്ചു. ഇതെങ്ങനെയാണ് ഡ്രൈവറും കണ്ടക്ടറും സമ്മതിച്ചതെന്നാണ് അതിൽ പലരും ചോദിക്കുന്നത്. അപകടമുണ്ടായാൽ അതിന് നഷ്ടപരിഹാരം ഈടാക്കാൻ നിയമപരമായ വഴികളുണ്ട്. അല്ലാതെ ബസ്സിൽ അതിക്രമം കാട്ടാൻ ആർക്കും ലൈസൻസ് ഇല്ല, ആർക്കും പറ്റില്ല. പോലീസിനെ അപ്പോൾ അറിയിച്ച് ഗ്ലാസ് അഴിച്ചെടുക്കൽ തടയാത്തതും പോലീസിൽ പരാതി കൊടുക്കാത്തതും ചോദ്യചിഹ്നമായി അവശേഷിക്കുക. ഇങ്ങനെയാണെങ്കിൽ ബസ് കൊള്ളയടിക്കാൻ പോലും ജീവനക്കാർ സമ്മതിക്കുകയും മൗനാനുവാദം കൊടുക്കുകയും ചെയ്യുമല്ലോ. അവർ കൈയും കെട്ടി നിൽക്കുമല്ലോ. ഏതെങ്കിലും പ്രൈവറ്റ് ബസ്സുകളിൽ ഇത് നടക്കുമോ? ജീവനക്കാരെ വിശ്വസിച്ച് എങ്ങനെ ഈ ബസ്സുകളിൽ യാത്ര ചെയ്യും? പ്രൈവറ്റ് ബസ്സുകളെക്കാൾ സുരക്ഷിതമാണെന്നും കരുതിയാണ് KSRTC ബസ്സുകളെ വിശ്വസിച്ച് യാത്രക്കാർ ആശ്രയിക്കുന്നത്. ഇങ്ങനെയുള്ള ജീവനക്കാരെ വെച്ച് ബസ് ഓടിച്ചാൽ ഒടുവിൽ ബസ് പീസായി മറ്റുള്ളവർ അടിച്ചു മാറ്റിക്കൊണ്ടു പോകും. KSRTCക്ക് കൈയും കെട്ടി നോക്കി നിൽക്കാം. സംഭവാമി യുഗേ യുഗേ.